ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. സഫേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ റിച്ചുമോൻ്റെ ബർത്ത്ഡേ ആണ് ഇവിടെ. അപ്പം ഇന്നിപ്പോൾ ഈ ഒരു ബർത്ത്ഡേക്ക് നല്ലൊരു പ്രത്യേകത ഉണ്ട്. കാരണം എല്ലാ കൊല്ലത്തെയും മാറിയില്ല കേട്ടോ. മോൻ്റെ കാല് ഒടിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണം, ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റിലാണ് കേട്ടോ. അങ്ങനെ ഒരു പാക്കറ്റ് മിഠായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും പൊട്ടിച്ചിട്ട് തന്നു കേട്ടോ. പിന്നെ ഇതാക്കണം നമ്മൾ അയൽവാസികളുണ്ട് കേട്ടോ. നമ്മളെ പാടിയിലുള്ള അയൽവാസികൾക്കൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതാക്കണം ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ. ബിരിയാണി ആയിട്ട് വെക്കണം. അങ്ങനെ ബീഫ് ബിരിയാണി ആയിട്ട് വെക്കണത്. അപ്പോൾ ഇതാക്കണം പായസം ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ പായസം വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പാലും പിന്നെ നമ്മളെ ശർക്കര ഒക്കെ ഒരുക്കിയത് അതൊക്കെ കൊണ്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ പാത്രം നിറഞ്ഞു കേട്ടോ. അപ്പോൾ വേറെ പാത്രമല്ല, വേറെ പിന്നെ ബിരിയാണി വെക്കുന്ന പാത്രം ആയതുകൊണ്ട് പിന്നെ ഞാൻ എന്താക്കി ഇതിലാണ് ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ വറുത്തങ്ങാണ്ട് അതൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറിയ ജീരകവും പിന്നെ ഏലക്കായങ്ങാട് ചൂടാക്കിയിട്ട് പൊടിച്ചങ്ങാണ്ട് അതും ഇട്ട് കൊടുത്തിട്ട് നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇതാക്കണ പായസമൊക്കെ അവിടെ റെഡി ആയിട്ട്. ഇനി ഇതാക്കണം നമുക്ക് ചോറ് വെക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് നെയ്യും സൺഫ്ലവറും ഓയിലും പാടെ ഒഴിച്ചങ്ങാണ്ട് നമ്മൾ പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ വറുത്തങ്ങാണ്ട് ഇടാനാണ് കേട്ടോ. ഇതിലിങ്ങനെ ചോറിൻ്റെ മേലെ നല്ല രസമാണല്ലോ, നല്ല ടേസ്റ്റും കേട്ടോ. അങ്ങനെ ഇതാക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണതൊക്കെ ഒന്ന് വറുത്ത് നമ്മൾ ഏകദേശം ഇതാക്കണം കോരിയെടുത്തിട്ടോ. പിന്നെ ഇതാക്കണം അതിലേക്ക് ഒരു പട്ട കറാമ്പ് ഏലക്കായ അതൊക്കെ പൊട്ടിച്ചങ്ങാണ്ട് എന്താക്കി പിന്നെ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് അതങ്ങനെ തിളക്കാൻ വെച്ചിട്ടോ. അപ്പോൾ ഇതാക്കണതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാക്കണ അരി ഇട്ട് കൊടുത്തിട്ടോ. അങ്ങനെ ഇതാക്കണ ഏകദേശം തിളച്ച് ഇവിടെ നമ്മുടെ വെള്ളമൊക്കെ അങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ഒന്നും കൂടി നമ്മൾ അടച്ച് വെച്ചങ്ങാണ്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ ഇതാക്കണം പായസമൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂടാറ്റിങ്ങാണ്ട് അങ്ങനെ മുത്തുമോൻ്റെ കൂട്ടുകാരനുണ്ട്, ഞാൻ അവനൊക്കെ കൊടുത്തു. പിന്നെ റിച്ചുമോനൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണം ബീഫും അതിൻ്റെ ഇടയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറും ഇവിടെ വെന്തു കേട്ടോ. അപ്പോൾ ഇതാക്കണം പിന്നെ ബീഫ് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാക്കണം ചോറിൻ്റെ വെള്ളമൊക്കെ വറ്റിങ്ങാണ്ട് ഇവിടെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ. അങ്ങനെ പിന്നെ ചോറൊക്കെ വെന്തിട്ടോ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. കാരണം ദമ്മിടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ നമ്മളെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് പൊരിച്ചങ്ങാണ്ട് ഉള്ളിയും തക്കാളിയൊക്കെ വയറ്റിങ്ങാണ്ട് അങ്ങനെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാം വീഡിയോയിൽ ഇത് കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കണതിന് ഈ ചെമ്പെന്ന് നമ്മൾ കുറച്ച് ചോറ് വേറെ പാത്രത്തൊക്കെ അതിൻ്റെ മേലുള്ള മൂടിയൊക്കെ തന്നെ കേട്ടോ മാറ്റിയത് ഞാൻ. അങ്ങനെ എന്തൊക്കെ അതിലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എന്തൊക്കെ ഇങ്ങനെ ദമ്മിടുകയാണ് കേട്ടോ. അപ്പോൾ അടിയിൽ കുറച്ച് ചോറും പിന്നെ മേലെ നമ്മളെ മസാലയൊക്കെ അങ്ങനെ ബീഫിൻ്റെ മസാലയും ബീഫ് ഒക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പലരും പല വിധത്തിലായിരിക്കും കേട്ടോ ഏത് ബിരിയാണിയും വെക്കൽ കേട്ടോ. എല്ലാവരും പിന്നെ കൈപ്പുണ്യം ഇപ്പോൾ ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ ഇതൊക്കെ ഞാനവിടെ ചോറൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ എനിക്കത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എപ്പോഴും ബീഫിൻ്റെ ബിരിയാണി ഞാൻ വെക്കലില്ല കേട്ടോ. എപ്പോഴും കോഴിയാട്ടോ വെക്കൽ. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ അങ്ങനെ അതാട്ടോ വെക്കൽ. അങ്ങനെ പിന്നെ എന്തായാലും വേണ്ടില്ല, നമ്മളെ മോൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഒരു കളറാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് ബീഫ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതാണ് ഞാൻ പിന്നെ വെക്കാൻ ഉദ്ദേശിച്ചിട്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് മാത്രമുള്ള കുറച്ചൊരു ഇഷ്ടക്കുറവ് കേട്ടോ. അപ്പം നമ്മളെ ഇഷ്ടമല്ലല്ലോ, അവരെ ഇഷ്ടമല്ല, എന്തായാലും നോക്കേണ്ടി പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എന്തായാലും വേണ്ടില്ല എന്നിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ പിന്നെ മോന് പിന്നെ ഇങ്ങനെ ആയതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഭയങ്കര ഇടങ്ങാറായിരുന്നു കേട്ടോ. പിന്നെ മോനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ടില്ല എന്നിട്ട് ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ ഏകദേശം നമ്മൾ മേലത്തെ ലെയറിലെത്തിയിട്ട് നമ്മൾ പിന്നെ എല്ലാം സെറ്റായി ഇങ്ങനെ വെന്നിട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്ത് വയ്യായ്മയാണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അതൊക്കെ ഏത് വയ്യായ്മ നമുക്ക് പെട്ടെന്ന് മാറും കേട്ടോ. പിന്നെ റിച്ചുമോൻ്റെ സന്തോഷത്തിനാണ് കേട്ടോ നമ്മൾ ബിരിയാണിയും പിന്നെ അതുപോലെ പായസം ഉണ്ടാക്കി മിഠായി എല്ലാവർക്കും കൊടുത്തു. പിന്നെ കേക്കും മുറിക്കണ്ട കേട്ടോ. അങ്ങനെ പിന്നെ കേക്ക് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോയിലാണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ അതാക്കണ നമ്മളൊരു സന്തോഷമാണ് കേട്ടോ. കാരണം മക്കൾ വയ്യാതെ ഇരിക്കുമ്പോഴും അവരെ ഒരു സന്തോഷത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ അവനക്ക് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകാൻ എന്തായാലും എല്ലായിടത്തും കൂടി തുള്ളിച്ചാടി നടന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മളതാക്കണ ബിരിയാണി ഇവിടെ എല്ലാം സെറ്റായിട്ടോ. അങ്ങനെ ഇതാ നമ്മിട്ട് പിന്നെ എല്ലാവർക്കും ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്ത് എല്ലാവരും തിന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ ഇതാക്കും നല്ല മഴയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ബിരിയാണിയൊക്കെ തിന്ന് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പച്ചില്ലായിരുന്നു കേട്ടോ. ഉപ്പച്ചി പിന്നെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇതാക്കണ ഇങ്ങനെ മേശയൊക്കെ വലിച്ചിട്ടുങ്ങാണ്ട് ഓനെ ഒരു ഭാഗത്തിരുത്തിങ്ങാണ്ട് എന്താക്കിയ കാലം തട്ടും ചെയ്യരുത്, കാരണം ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒക്കെ നല്ല സെറ്റപ്പിൽ ഓനെ ഇരുത്തും വേണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, നല്ല റാഹത്തായി എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടോ. പിന്നെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ആരെയും വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ. നമ്മൾ മാത്രം തന്നെ കണ്ട് കൊണ്ടാടിയിരിക്കുന്നത്. പിന്നെ മുത്തുമോൻ്റെ ഒരു കൂട്ടുകാരെ മാത്രം ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണേ നമ്മൾ പരിപാടികളൊക്കെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് ചെയ്ത് തീർത്തിട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മുത്തുമോൻ എന്താക്കി പോയിങ്ങാണ്ട് കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടോ. അങ്ങനെ മഗ്‌രിബായപ്പോഴാണ് കേട്ടോ, നമുക്ക് മഗ്‌രിബ് കഴിഞ്ഞിരിക്കണം, 7:45 കഴിഞ്ഞിട്ട് നമുക്കിവിടെ കേക്ക് കിട്ടിയപ്പോൾ അങ്ങനെ ഇതാക്കണം, കേക്കൊക്കെ കൊടുന്ന് അവൻ്റെ പേരൊക്കെ എഴുതി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവൻ്റെ പെച്ചി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിട്ടോ. അങ്ങനെ ഇതാക്കണവന് പിന്നെ നമ്മൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഇത് പിന്നെ ബർത്ത്ഡേൻ്റെ കുപ്പായാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണവന് ഇതാക്കണം കേക്കൊക്കെ മുറിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അങ്ങനെ ഓന് സന്തോഷമായിട്ട് അങ്ങനെ കേക്ക് മുറിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു റാഹത്താട്ടോ, കാരണം ഏത് വേദനയിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാ വേദനയും പമ്പ കിടക്കും കേട്ടോ. അങ്ങനെ ഇതാക്കണ പിന്നെ റിച്ചുമോൻ ഇവിടെ കേക്ക് മുറിച്ചിട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ഓൻ എന്താക്കി കഷ്ണം മുറിച്ചങ്ങാണ്ട് ഓനോട് വായിക്കിട്ടോ. പിന്നെ അത് അബദ്ധമാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ചിരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാക്കണ ഏട്ടന് കൊടുത്തു, സച്ചിമോനൊന്ന് പറ്റിച്ചങ്ങാണ്ട് പിന്നെ ഓനക്കും കൊടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ മുറിച്ച് കഴിച്ചിട്ടോ. അപ്പോൾ നമ്മളൊരു കുഞ്ഞ് സെലിബ്രേഷൻ എത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മോൻ്റെ ബർത്ത്ഡേ ഞങ്ങളെല്ലാവരും ഉഷാറാക്കി എടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.